കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഇത് ഭയങ്കര തിരക്കാണല്ലോ കിച്ചണില് ഫുൾ ടൈം. ഈ അടുക്കള ജോലി എന്ന് പറഞ്ഞാ വേറെ ലെവലാണ്. അതിങ്ങനെ ആസ്വദിച്ച് തന്നെ ചെയ്യണം. ഞാനെങ്ങാനും ഭാവിയിൽ കല്യാണം കഴിക്കുകയാണെങ്കിലല്ല എന്റെ പെണ്ണുമുള്ള അതിനകത്ത് തളച്ചിട്ടുള്ള ഉറപ്പാ. കുഴപ്പമില്ലടാ, പകരം അവള് നിന്നെ തളച്ചിട്ടുള്ളൂ അടുക്കളയില്. ഒന്ന് പോകാൻ പോകുന്നു. പിന്നെ എന്താണ് കല്യാണം കഴിക്കണ കാര്യമൊക്കെ പറയണേ? ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാ? പിന്നെ ഞാൻ ചുമ്മാ പറഞ്ഞത്. എടാ, ഞാൻ കുറെ നാളായി വിചാരിക്കണേ, ഓഫീസിൽ നല്ല പെമ്പിളായിരുന്നു ഇല്ലടാ. അല്ല അല്ല ഉണ്ടോന്ന് വെച്ചതാണ്. പോകുമ്പോ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഇപ്പൊ കെട്ടാന്ന് നോക്കി വെച്ചോ വന്നിരിക്കുന്നു. നോക്കി വെച്ചാ എന്ത് നോക്കി വെച്ചോ? നോക്കി ഒരു സാധനോടെ. എന്ത് സാധനം? അതൊരു സാധനോടെ. സാധനം നോക്കി വെച്ചോണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനു ചോദിക്കണത്? പിന്നെ അതന്നെ പറഞ്ഞു ചോദിച്ചോണ്ടിരിക്കണം. പറഞ്ഞല്ലോ സാധനം ഒന്ന് പോയി വിട് വിട്. എനിക്കിട്ട് പണിഞ്ഞോണ്ടിരിക്കുകയായിരുന്നല്ലേ. നീ എല്ലാവർക്കും ഇട്ട് ഇടക്കിടയ്ക്ക് പണിയാറില്ലേ, അപ്പൊ നിനക്കിട്ട് ഇടക്കിടയ്ക്ക് പണി കിട്ടും. എനിക്ക് കാര്യം മനസ്സിലായി. അതാണ് എനിക്ക് മനസ്സിലായി. അതെ, എനിക്കിട്ട് ഇവിടെ ചിലവർ ഒരു കാര്യമില്ലാതെ ചില ചർച്ച നടക്കുമ്പോ ഒരു കാര്യമില്ലാത്ത ചിലവരുടെ പേരെടുത്തിരുന്നുണ്ട്. ഞാൻ തരാ. എന്താടാ ഗുണ്ടായിസം കാണിക്കണ? വേണ്ടാട്ടാ. ഹലോ, ബാസിങ്ങള് പറ. ആണാ എപ്പാ? ഓക്കെ ഓക്കെ ഓക്കെ. അടിച്ചു പൊളിക്ക. പിന്നെന്ത് ആയോ? പിന്നെ ബാസ്യങ്ങള് മറ്റേ 10,000. ഹലോ ബാസ്യങ്ങള് ബാക്കി 30,000 തരാനുള്ള, അതിനകത്ത് 10,000. ഹലോ, കട്ട് ചെയ്താ? പൈസ കട്ട് ചെയ്ത് എന്താ വിളിച്ചെന്താ? അച്ഛാ ബാസ്യങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ബാസ്യങ്ങളാ? എന്താണ് അടുത്ത പദ്ധതി? ആരെ കുളിപ്പിച്ച് കിടത്താൻ പോണവൻ? ആരും കുളിപ്പിച്ച് കിടത്താനല്ല, അടുത്ത മാസം പുഷ്പലതാൻ്റെ വരുന്നുണ്ടെന്ന്. ഇങ്ങോട്ട് ചിലപ്പോ ലീവ് കിട്ടുവാണെങ്കിൽ വരും. വന്നു കഴിഞ്ഞാൽ എല്ലാരും കൂടി ഒന്ന് അടിച്ച് പൊളിക്കണം. അവ അടിച്ച് പൊളിച്ച തന്നെ, പ്രത്യേകിച്ച് എല്ലാവരും കൂടി. അയ്യടാ എടാ, വീട്ടിന്റെ ഇവിടെ ഇറങ്ങില്ല അവന്റെ പെണ്ണുപിള്ള വന്നു കഴിഞ്ഞാൽ. അഥവാ പുറത്തിറങ്ങണമെങ്കിൽ വണ്ടി പിടിച്ച് കുനിഞ്ഞ് ഒളിച്ചിരുന്നാണ് പോണവൻ. പൈസയുടെ കാര്യം പറഞ്ഞ ബാസ്യങ്ങളിൽ ചെവി വെക്കൂലാട്ടാ. ആ സമയത്ത് കൃത്യമായിട്ട് കട്ട് ചെയ്തല്ലേ. വരട്ടെ, ഞാൻ സോപ്പിട്ട് പൈസ മേടിക്കും. ഞാനേ ആ പുഷ്പലതേന്ന് നേരിട്ട് കൈയോടെ പൈസ പിടിച്ചു വാങ്ങി. ഇപ്പഴൊരു കാര്യമാണ് വന്നത്. എന്താ? നീ ബാസ് നിൽക്കുന്ന പൈസയല്ലേ? ഏത് പൈസ? നിനക്ക് 10,000 തന്നില്ലടി? 10,000 തന്നു. 10,000 ഇതാ, ഞാൻ ഒരു 10 ദിവസം കഴിഞ്ഞ് തരാം. എന്തെങ്കിലല്ലേ തരാൻ പറ്റണത്? ആ പൈസ എന്റെ കയ്യിൽ ഉണ്ടെങ്കിലേ എനിക്ക് തരാൻ പറ്റുള്ളൂ. അതും കൂടി ഇട്ടിട്ടല്ലേ വാടക കൊടുത്തത്? വാടക കൊടുക്കാൻ വേണ്ടി ശമ്പളത്തിൽ നിന്ന് നീ മാറ്റി വയ്ക്കുമല്ലോ. ബാലു എന്താ പറയാം, ഇവിടുത്തെ ചെലവറിയാലോ. ശമ്പളത്തിൽ നിന്ന് മാറ്റി വെച്ച ആ പൈസ എടുത്തിട്ടാണല്ലോ ഞാൻ മറ്റേ നമ്മള് പിടിച്ച ചിട്ടിയുണ്ടല്ലോ അതിനടച്ച്. ആണാ? ഇനിയും ബാക്കിയാൽ കാണുമല്ലോ. ഇനിയും ബാക്കി ഉണ്ടായിരുന്നു പലചരക്കടയിൽ കൊടുത്ത്. ഇവള് പൈസ തന്നില്ലല്ലേ. അത് മക്കളെ പൈസ കൊടുക്കാത്ത? പൈസ കൊടുക്കാത്ത? അല്ല, എല്ലാ മാസം പൈസ കൊടുക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. അപ്പൊ കണക്കുകളെല്ലാം കൃത്യം അല്ലേ? ശരി, അങ്ങനെയാണ് കാര്യങ്ങൾ. അച്ഛന്റെ പ്ലാൻ മൊത്തം പൊളിഞ്ഞു പോയി കേട്ടാ. എന്നാലും ബാക്കി എത്ര ബാക്കിയാണ്? ഒരു 13 രൂപ 35 പൈസ ഉണ്ടാവും. 13,000 രൂപ 35. പിന്നെ തെണ്ടാൻ പൊടി. എൻ്റെ അക്കൗണ്ട് ഒരു മാനേജർ അക്കൗണ്ട് കിടക്കണം 13 രൂപ 35 പൈസ. പിച്ചെടുക്കാൻ പോയി. എടാ എന്ത് പറയുന്നത് കിണിക്കാ നിനക്ക്? അലവ് അടിച്ച് തിരിച്ചില്ല കേട്ടടാ. ഒരുമാതിരി നേരം നിന്നോളൂ. മറ്റേ താറാ കൂട്ടങ്ങളെ പോലെ തള്ള പറ ചിരിയവൻ്റെ. നേരം നോക്കിയത് ആളെണ്ണം കൂടിയിട്ടല്ലേ വീട്ടില്.